ഇതാണ് നമ്മുടെ വൺപ്ലസിൻ്റെ വൺപ്ലസ് പാഡ് എന്ന് പറയുന്ന ടാബ്ലറ്റ്. ഇപ്പോൾ ഈ ഒരു മോഡൽ നമ്മുടെ ആമസോണിലേക്ക് വരാൻ പോവാണ്. അപ്പം ഈ മാസം തന്നെ അതിൻ്റെ പ്രൈസും കാര്യങ്ങളും റിവീൽ ചെയ്യും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ലീക്കായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. 39,000 രൂപയായിരിക്കും ഈ ഒരു മോഡലിന് വരാൻ പോകുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് കൺഫേം ആക്കാൻ പറ്റിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മാസം തന്നെ അവർ ആമസോൺ വഴി ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളും റിവീൽ ചെയ്യും. ആ വഴി നിങ്ങൾക്ക് ബൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പം നമുക്കറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഏതെങ്കിലും തരത്തിൽ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് വേണ്ടി. അപ്പോൾ എന്തായാലും നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുന്ന സമയത്ത് ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ കാര്യങ്ങളും വരുന്നുണ്ട്. അതായത് അലുമിനിയം ബേസ്ഡായുള്ള ബോഡിയും ഫ്രെയിമും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഇതിനകത്ത് ഡോൾബി അറ്റ്മോസ് സപ്പോർട്ടാണ്, കോഡ് സ്പീക്കർ സിസ്റ്റമാണ് വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് ടൈപ്പ് സി പോർട്ടും കാര്യങ്ങളും വരുന്നുണ്ട്. നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് 3.5mm ആ ഓഡിയോ പോർട്ടും കാര്യങ്ങളും ഉണ്ടാവില്ല. പക്ഷേ നമുക്ക് ഈ ഒരു ടൈപ്പ് സി പോർട്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഹെഡ്ഫോണും കാര്യങ്ങളും യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മുടെ ക്യാമറ സിസ്റ്റവും കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു സർക്കിൾ മൊഡ്യൂളിലാണ് ആ ഒരു ക്യാമറ സിസ്റ്റവും കാര്യങ്ങളും കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം അത് അത്ര ഒരു സെറ്റപ്പായിട്ട് എനിക്ക് തോന്നിയില്ല. 6.54mm തിക്നെസ് ആണ് വരുന്നത്. അതുപോലെ 552 ഗ്രാമാണ് ടോട്ടൽ വെയിറ്റും കാര്യങ്ങളും വരുന്നത്. അപ്പോൾ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു വെയിറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. പക്ഷേ എന്നാലും ഓക്കെയാണ് ഈ ഒരു ഡിസൈനും കാര്യങ്ങളും വെച്ച് നോക്കുന്ന സമയത്ത്. ഇതിൽ നമുക്ക് 11.6 ഇഞ്ചിൻ്റെ 10-bit IPS LCD ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. 144 ഹെർട്സ് റിഫ്രഷ് റേറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ ടോട്ടൽ പീക്ക് ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് 500 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസും കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. നമുക്കിതിനകത്ത് ഡോൾബി വിഷൻ കാര്യങ്ങളും സപ്പോർട്ട് ആയിട്ടുണ്ട്. HD10+ കാര്യങ്ങളുണ്ടെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ ഒരു ഇതിലാണ് ഇതിൻ്റെ ഡിസ്പ്ലേ കാര്യങ്ങളും പോകുന്നത്. അപ്പോൾ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. 2K ഡിസ്പ്ലേയും കൂടെയാണ് ഈ ഒരു മോഡൽ. അപ്പോൾ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ കാര്യങ്ങളും കിട്ടുന്നുണ്ട്. MediaTek Dimensity 9000 എന്ന് പറയുന്ന ചിപ്സെറ്റാണ് വന്നിരിക്കുന്നത്. ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള ചിപ്സെറ്റാണ് വന്നിരിക്കുന്നത്. അതായത് ഗെയിമിങ്ങിനായിക്കോട്ടെ അല്ലെങ്കിൽ നോർമൽ പെർഫോമൻസ് ആയിക്കോട്ടെ നല്ലൊരു ഫാസ്റ്റ് ആയിട്ടുള്ള ചിപ്സെറ്റാണ് വന്നിരിക്കുന്നത്. നമ്മുടെ സ്നാപ്ഡ്രാഗണിൻ്റെ 888 വെച്ച് നോക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളതെന്ന് പറയുന്നത് ഈ ഒരു 9000 ആണ്. അതിൻ്റെ ബെഞ്ച് മാർക്കും കാര്യങ്ങളും നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഇതിൽ നമുക്ക് LPDDR5 റാമും കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. അതുപോലെ നമുക്ക് UFS 3.1 സ്റ്റോറേജും കാര്യങ്ങളും വരുന്നുണ്ട്. 8GB റാമും അതുപോലെ 12GB റാമുമാണ് ഹൈ ലെവലുള്ള റാം വേരിയൻറ്റ് കാര്യങ്ങളും വരുന്നത്. പിന്നെ നമുക്ക് 128GB സ്റ്റോറേജ് വേരിയൻറ്റ് വരുന്നുണ്ട്. പിന്നെ 256GB സ്റ്റോറേജ് വേരിയൻറ്റ് വരുന്നുണ്ട്. ഇതിൽ നമുക്ക് SD കാർഡോ കാര്യങ്ങളോ യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ 256GB ആണ് ഹയർ ലെവലുള്ള സ്റ്റോറേജ് വേരിയൻറ്റ് കാര്യങ്ങൾ വരുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു മോഡലിൽ ഇന്ത്യയിൽ വരുന്ന സമയത്ത് 5G സപ്പോർട്ടായിട്ടുള്ള ഒരു മോഡലായിരിക്കില്ല. Wi-Fi 6 വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇതിനകത്ത് 5.3ൻ്റെ ബ്ലൂടൂത്ത് വെർഷൻ കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണക്ടിവിറ്റിയും കാര്യങ്ങളും നമുക്ക് ഈ ഒരു മോഡലും കിട്ടുന്നുണ്ട്. NFC കാര്യങ്ങളും ഈ ഒരു മോഡലിൽ കിട്ടുന്നില്ല. ഔട്ട് ഓഫ് ദ ബോക്സ് Android 13 അതുപോലെ ഇവരുടെ ഓക്സിജൻ OSും 13.1 എന്ന് പറയുന്ന ആ ഒരു സ്കിന്നും കാര്യങ്ങളായിരിക്കും ഈ ഒരു മോഡൽ വരുന്നത്. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആ ഒരു സോഫ്റ്റ്വെയറും കാര്യങ്ങളും നമുക്ക് ഈ ഒരു മോഡലും കിട്ടുന്നുണ്ട്. സിംഗിൾ ക്യാമറ സിസ്റ്റമാണ് ഇതിൽ വന്നിരിക്കുന്നത്. അതായത് 13 മെഗാപിക്സലിൻ്റെ ഒരു പ്രൈമറി ക്യാമറ വരുന്നുണ്ട്. ഇതിൽ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന പറയുന്നത് 4K 30fps വരെയാണ്. അതുപോലെ നമ്മുടെ ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ 8 മെഗാപിക്സലിൻ്റെ ഒരു ക്യാമറ സിസ്റ്റമാണ് വരുന്നത്. ഇതിൽ നമുക്ക് 1080p 30fps വരെ വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. 9500 mAh ബാറ്ററിയാണ് വരുന്നത്. ഇത് ചാർജ് ചെയ്യാനായിട്ട് നമുക്ക് 67 വാട്ടിൻ്റെ സൂപ്പർ വോക്ക് ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങളും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് 60 മിനിറ്റിനുള്ളിൽ നമുക്കൊരു 90% വരെ ചാർജ് ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളും പോകുന്നത്. അപ്പം നോക്കുന്ന സമയത്ത് പെർഫോമൻസ് സൈഡ് ഓക്കെയാണ്. കാരണം വെച്ചാൽ ഒരു ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ചിപ്സെറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങൾ ഈ ഒരു മോഡലിൽ വരുന്നുണ്ട്. പിന്നെ ക്യാമറ നോക്കുന്ന സമയത്ത് 30 മെഗാപിക്സലാണെങ്കിൽ കൂടി ഒരു അത്യാവശ്യം നല്ല ക്യാമറ സെറ്റപ്പ് തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾക്ക് 4K 30fps ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങളും വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇതിനകത്ത് ഡോൾബി അറ്റ്മോസ് സപ്പോർട്ടാകുന്ന കോഡ് സ്പീക്കർ സിസ്റ്റമാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ 3.5mm ആ ഒരു സെപ്പറേറ്റ് പോർട്ടില്ല. നിങ്ങൾക്ക് ആ USB പോർട്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഹെഡ്ഫോൺ കാര്യങ്ങളും കണക്ട് ചെയ്യാവുന്നുള്ളൂ. ഓക്കെ, അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള മോഡലാണ്. പക്ഷേ നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് 5G കാര്യങ്ങളില്ല. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ടീസ് ചെയ്തിരിക്കുക. ഈ ഒരു മോഡലിൽ നമുക്ക് ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് 5G ഉണ്ടാവില്ല എന്നുള്ള പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയാൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ആയിട്ട് അറിയിക്കുക. മറ്റൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.